തിരുവനന്തപുരം നിയമസഭാ മണ്ഡലം CMPക്ക് വിട്ടു നൽകാൻ കോൺഗ്രസിൽ ആലോചന. CMP ജനറൽ സെക്രട്ടറി CP ജോണിന് വേണ്ടിയാണ് കോൺഗ്രസ് ഇങ്ങനെയൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്നത്. ശക്തമായ സ്വാധീനമുള്ള മണ്ഡലത്തിൽ കോൺഗ്രസ് മത്സരിക്കാതെ മാറി നിൽക്കുന്നത് 2.5 പതിറ്റാണ്ടിന് ശേഷമാകും. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. 2001 MV രാഘവന് വേണ്ടിയായിരുന്നു അന്നത്തെ തിരുവനന്തപുരം വെസ്റ്റിൽ കോൺഗ്രസിന്റെ ത്യാഗം. 8381 വോട്ടിന് ജയിച്ച MVR ആന്റണി മന്ത്രിസഭയിലുമെത്തി. MV രാഘവന്റെ അവസാന തെരഞ്ഞെടുപ്പ് വിജയമായിരുന്നു അത്. CMP രൂപീകരണം മുതൽ UDFൽ ഉറച്ചു നിൽക്കുന്ന CP ജോൺ മുന്നണിയുടെ ഭൗതിക മുഖം കൂടിയാണ്. പ്രകടന പത്രിക തയ്യാറാക്കലായാലും സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിലെ പഠനമായാലും CP ജോൺ മുന്നിലുണ്ടാകും. നീണ്ടകാലത്തെ മുന്നണി ബന്ധത്തിനിടയിൽ ഒരിക്കൽ പോലും നേതൃത്വവുമായി തെറ്റിയിട്ടുമില്ല. ഇത്രയേറെ കൂറ് മുന്നണിയോട് പുലർത്തുന്ന ജോണിനെ നിയമസഭയിലേക്ക് എത്തിക്കാനാകാത്തത് മുന്നണി നേതാക്കളുടെ സ്വകാര്യ ദുഃഖം കൂടിയാണ്. 2011 കുന്നംകുളത്ത് വിജയപ്രതീക്ഷ ഉയർത്തിയെങ്കിലും ബാബു M പാലശ്ശേരിയോട് 481 വോട്ടിന് തോൽക്കുകയായിരുന്നു CP ജോൺ. ആ വർഷം ജയിച്ചിരുന്നുവെങ്കിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും ജോൺ എത്തിയേനെ. അടുത്ത തവണയെങ്കിലും CP ജോണിനെ ജയസാധ്യതയുള്ള സീറ്റിൽ നിർത്തി സഭയിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് UDF. അതിനായി മുന്നണി കണ്ടെത്തിയ മണ്ഡലങ്ങളിൽ മുന്നിലുള്ളത് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്ത് മത്സരിക്കാനുള്ള താൽപര്യം CP ജോൺ നേതൃത്വത്തെ അറിയിച്ചിട്ടുമുണ്ട്. മണ്ഡലത്തിലെ പൊതുപരിപാടികളിലും അദ്ദേഹം സജീവമാവുകയാണ്. മണ്ഡലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ CMP പ്രവർത്തകർക്കും ജോൺ നിർദ്ദേശം നൽകി കഴിഞ്ഞു. VS ശിവകുമാർ തുടർച്ചയായി മത്സരിക്കുന്ന മണ്ഡലം വിട്ടുകൊടുത്താൽ പാർട്ടിക്കുള്ളിൽ അത് പ്രശ്നങ്ങൾക്കിടയാക്കുമെന്ന ആശങ്ക കോൺഗ്രസിലുണ്ട്. അത് മറികടക്കാനായാൽ CP ജോണിന് തിരുവനന്തപുരത്ത് മത്സരിക്കാം. അല്ലെങ്കിൽ തിരുവമ്പാടി പോലുള്ള സീറ്റുകളിലേക്കും ജോണിനെ പരിഗണിച്ചേക്കും. CP ജോണിന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യാൻ മുസ്ലിം ലീഗും തയ്യാറാകുമെന്നാണ് CMPയുടെ പ്രതീക്ഷ. VV അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. വിനോദ് വിവരങ്ങളുമായി. വിനോദ്, ഇങ്ങനെ ഒരു ചർച്ചയിലേക്ക് പോകാൻ കാരണം എന്താണ്? അതായത് തിരുവനന്തപുരം പോലെ കോൺഗ്രസിന് ശക്തമായ വേരോട്ടമുള്ള ഒരു മണ്ഡലത്തിൽ CMP UDFന്റെ ഒരു ദാർശനിക മുഖം അല്ലെങ്കിൽ ഒരു ഇന്റലക്ച്വൽ മുഖമാണ് CP ജോൺ എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ CP ജോൺ CMPക്ക് അത്ര കണ്ട ഒരു വലിയ സ്വാധീനമുള്ള മണ്ഡലമല്ല തിരുവനന്തപുരം. പക്ഷേ CP ജോൺ എന്ന വ്യക്തിക്ക് കുറച്ചൊക്കെ പ്രഭാവമുണ്ട്. അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ ഒരു അർബൻ വോട്ടർമാർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരാളൊക്കെയാണ് CP ജോൺ. അപ്പോഴും ഇങ്ങനെ ഒരു വലിയ വിട്ടുവീഴ്ചയിലേക്ക് കോൺഗ്രസിന് പോകാൻ ആലോചന അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ആലോചനകളിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ശ്രീജ, ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം CMPയിൽ തന്നെ പിളർപ്പുണ്ടായി ഒരു വിഭാഗം LDFനൊപ്പം പോകുന്നു, അല്ലെങ്കിൽ CPMൽ ചേരുന്ന നിലയുണ്ടാകുന്നു. അവിടെയൊക്കെ തന്നെ CP ജോൺ അടിയുറച്ച് UDFന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. മാത്രമല്ല, അദ്ദേഹം തൃശൂർ കേന്ദ്രീകരിച്ച് കുന്നംകുളം മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിക്കുകയും പരാജയപ്പെടുകയും ഒരുപക്ഷെ കഴിഞ്ഞതിന് മുൻപത്തെ തെരഞ്ഞെടുപ്പിൽ ചെറിയ വോട്ടുകൾക്കാണ് അദ്ദേഹം പരാജയപ്പെട്ടു പോകുന്നത്. ആ നിലയ്ക്കൊക്കെ CP ജോണിന് സാധ്യതകളുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ജയിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അവിടെയാണ് അദ്ദേഹത്തിന് മണ്ഡലം മാറ്റി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്ന് മത്സരിപ്പിക്കാനുള്ള ഒരു നീക്കം. സ്വാഭാവികമായും അദ്ദേഹത്തോട് നീതി കാണിക്കണമെന്നൊരു വികാരം UDFലെ മറ്റ് പാർട്ടികൾക്കുണ്ട്, കോൺഗ്രസിനുണ്ട്. MV രാഘവൻ 2001 തിരുവനന്തപുരം വെസ്റ്റിൽ മത്സരിച്ചതാണ്. അതിപ്പോൾ തിരുവനന്തപുരം മണ്ഡലമായി മാറിയിട്ടുണ്ട്. അന്ന് MV രാഘവൻ അവിടെ വിജയിക്കുകയും പിന്നീട് സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രിയായി മാറുകയും ചെയ്തു. ഒരുപക്ഷെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഈ നിലയിലേക്കുള്ള ചർച്ചകൾക്ക് വഴിവെച്ചതും MV രാഘവൻ തുറമുഖ മന്ത്രിയായി വന്ന ശേഷമാണ്. നേരത്തെ പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക്. പക്ഷേ MV രാഘവൻ വന്നതോടുകൂടിയാണ് വീണ്ടും ചർച്ചകൾ സജീവമാകുന്നത്. ഏതായിരുന്നാലും തിരുവനന്തപുരത്തേക്ക് CP ജോണിനെ പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായും അതൊരു അദ്ദേഹത്തോട് ചെയ്യുന്ന നീതി. അതിനപ്പുറത്തേക്ക് ശ്രീജ പറഞ്ഞതുപോലെ തന്നെ ഒരു ദാർശനിക മുഖം, അതോടൊപ്പം തന്നെ ഈ സാമ്പത്തിക രംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആസൂത്രണ ബോർഡുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനം, എല്ലാ കാലത്തും UDFനെയും കോൺഗ്രസിനെയും പ്രതിരോധിക്കാൻ ടെലിവിഷൻ ചർച്ചകളിലെത്തുന്ന CP ജോൺ, അദ്ദേഹത്തിന് നേരെ ഇതുവരെ ഒരു അഴിമതി ആരോപണം പോലും വന്നിട്ടില്ല, അല്ലെങ്കിൽ വ്യക്തി ജീവിതത്തിൽ കൃത്യമായി ഒരു ലാളിത്യം പാലിച്ച് മുന്നോട്ട് പോകുന്ന ഒരാൾ. അങ്ങനെയൊക്കെ തന്നെ UDFന്റെ ഒരു പ്രധാന മുഖമായി UDFനെ എല്ലാ കാലത്തും പ്രതിരോധിക്കുന്ന, എപ്പോഴും ഒരു കവചമായി നിൽക്കുന്ന ഒരു വ്യക്തിത്വം. ആ നിലയ്ക്കൊക്കെ തന്നെയാണ് CP ജോണിന് ഒരു അവസരം എന്നത്. VS ശിവകുമാറാണ് തുടർച്ചയായി ഇവിടെ തിരുവനന്തപുരത്ത് മത്സരിക്കുന്നത്. എന്നാൽ ശിവകുമാർ ഇപ്പോൾ കൂടുതൽ കേന്ദ്രീകരിക്കുന്നത് പാറശാല മണ്ഡലത്തിലേക്കാണ്. ഒരുപക്ഷെ ശിവകുമാറിന്റെ ജന്മനാടും ആ മേഖലയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പാറശാലയിലേക്ക്
മാറും എന്ന സൂചനകളുണ്ട്. അദ്ദേഹത്തിന് കുറച്ചുകൂടി സുരക്ഷിതമായ ഒരു മണ്ഡലത്തിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഈ സമീപ ദിവസങ്ങളിലൊക്കെ നോക്കുമ്പോൾ കുറച്ച് കാലമായി ശിവകുമാർ മിക്കവാറും പാറശാല കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പാറശാലയിലേക്ക് മാറും എന്നൊരു സൂചനയുണ്ട്. അങ്ങനെയെങ്കിൽ ഘടകകക്ഷിക്ക് ഈ സീറ്റ് നൽകാനുള്ള ധാരണ എങ്കിൽ മറ്റ് ചില സീറ്റുകളുടെ കാര്യത്തിലും വെച്ചുമാറൽ പോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമോ എന്നതും കണ്ടറിയണം. ഏതായിരുന്നാലും മുസ്ലിം ലീഗും CP ജോണിനോട് ഒരു അനുതാപമുള്ള അല്ലെങ്കിൽ സ്നേഹമുള്ള നിലപാടാണ് എടുത്തിട്ടുള്ളത്. തിരുവമ്പാടി പോലുള്ള സീറ്റ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സുരക്ഷിതമായ ഒരു സീറ്റ് അത് നൽകുന്നതിന് ലീഗിന്റെ ഭാഗത്തു നിന്നും കാര്യമായ എതിർപ്പുണ്ടാകില്ല. ഏതായിരുന്നാലും 43 മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കോൺഗ്രസിൽ സജീവമായി നിൽക്കുന്നുണ്ട്. VD സതീശൻ സ്വന്തം നിലയ്ക്ക് പട്ടിക ഉണ്ടാക്കിയെന്ന തരത്തിൽ ചില വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്നും ഉയരുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ വിമർശനങ്ങളൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിനെ ഗൌരവത്തോടുകൂടി കണ്ട് കോൺഗ്രസിന്റെയും UDFന്റെയും ഭാഗത്ത് നിന്ന് ചില നീക്കങ്ങൾ ഉണ്ടാകുന്നു എന്ന് നമുക്ക് ഇപ്പോൾ വിലയിരുത്താൻ കഴിയും. ശ്രീജ, ശരി. CP ജോൺ തിരുവനന്തപുരം മണ്ഡലത്തിൽ UDFന് വേണ്ടി മത്സരിക്കാൻ ഇറങ്ങിയേക്കും. അപ്പോൾ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പൊക്കെ CMPയുടെ ഭാഗത്തുനിന്നും CP ജോണിന്റെ ഭാഗത്തുനിന്നും അത്തരം ആലോചനകളൊക്കെ തുടങ്ങി എന്ന വാർത്തയാണ് VV അരുണും വിനോദും റിപ്പോർട്ട് ചെയ്യുന്നത്.